Hello students, my name is Jitin Raj. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSAT 2024 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓൾറെഡി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇനി ബാക്കി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എഗെയിൻ ഞാൻ പറയുന്ന പോലെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം. ടോപ്പിക് വൈസ് അതിനെ ഫോക്കസ് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. സോ ഇത്തരം ഈസി മെത്തേഡ്സും കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് അതേപോലത്തെ ക്ലാസ്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Let P, Q, R and S be distinct positive integers. Let P, Q be odd and R, S be even. Consider the following statements. P minus R all square into QS is even. അപ്പം പി ക്യു എന്താണ്? ഓഡാണ്. പിയും ക്യൂവും ഓഡാണ്. ആർ ആൻഡ് എസ് ആർ ഈവൻ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ നമ്മൾ ആ ഓഡ് ഈവൻ കോമ്പിനേഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് കിട്ടും. പി മൈനസ് ആർ ഓൾ സ്ക്വയർ, പി എന്ന് പറഞ്ഞാൽ ഓഡ് മൈനസ് പി മൈനസ് ആർ എന്ന് പറയുമ്പോൾ ഓഡ് മൈനസ് ഈവൻ. ഓഡ് മൈനസ് ഈവൻ ചെയ്താൽ എന്താ കിട്ടുക? ഒരു നമ്പർ വെച്ച് നോക്കിയാൽ മതി. 11 മൈനസ് 2 9. ഓഡ് തന്നെയാണ് അല്ലേ? ഓഡിൻ്റെ സ്ക്വയർ ചെയ്താലോ? അപ്പോൾ ഓഡ് തന്നെ കിട്ടും. പി മൈനസ് ആർ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓഡ് മൈനസ്, നമ്മുടെ എഴുതാം, ഓഡ് മൈനസ് ഈവൻ. ഓഡ് മൈനസ് ഈവൻ്റെ ആൻസർ ഓഡാണ്. ഓഡിൻ്റെ സ്ക്വയർ എന്താണ്? ഓഡ് തന്നെയാണ്. സോ പി മൈനസ് ആർ ഓൾ സ്ക്വയറിൻ്റെ വാല്യൂ ഓഡാണ്. ഇൻറ്റു ക്യു എസ് എന്ന് പറയുമ്പോൾ ക്യൂ ഓഡാണ്, എസ് ഈവൻ ആണ് അല്ലേ? സോ ഓഡ് ഇൻറ്റു ഈവൻ ചെയ്ത ആൻസർ എന്തായിരിക്കും? ഓഡ് ഇൻറ്റു ഈവൻ. ഓഡ് ഇൻറ്റു ഈവൻ ചെയ്താൽ ഈവൻ തന്നെയായിരിക്കും അല്ലേ? ഈവൻ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ. സോ എഗെയിൻ ഓഡ് ഇൻറ്റു ഈവൻ ആണ് വരിക അല്ലേ? പി മൈനസ് ആർ ഓൾ സ്ക്വയറിൻ്റെ വാല്യൂ ഓഡ് വരും, ക്യു എസിൻ്റെ വാല്യൂ ഈവൻ വരും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എഗെയിൻ ആൻസർ കിട്ടുന്നത് ഈവൻ ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. പി മൈനസ് ആർ ഓൾ സ്ക്വയർ ഇൻറ്റു ക്യു എസ് ഈസ് ഈവൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പെർഫെക്റ്റ്ലി റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വാല്യൂസ് വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണെന്ന് കിട്ടി. ക്യൂ മൈനസ് എസ്, പിയും ക്യൂവും ഓഡാണ്, ആറും എസും ഈവൻ ആണ്. അടുത്തത് ക്യൂ മൈനസ് എസ് ഇൻറ്റു ക്യൂ സ്ക്വയർ എസ് ഈസ് ഈവൻ. ക്യൂ മൈനസ് എസ്, ഓഡ് മൈനസ് ഈവൻ. ഓഡ് മൈനസ് ഈവൻ ചെയ്താൽ എന്താ കിട്ടുക? ഓഡാണ്. ഓഡ് ഇൻറ്റു ക്യൂ സ്ക്വയർ. ഓഡ് സ്ക്വയർ എന്ന് പറയുമ്പം ഓഡ് തന്നെ. ഓഡ് ഇൻറ്റു ക്യൂ സ്ക്വയറിൻ്റെ വാല്യൂ ഓഡാണ്, ക്യൂ സ്ക്വയറിൻ്റെ വാല്യൂ ഓഡാണ്, എസ് ഈവൻ ആണ്. ഓഡ് ഇൻറ്റു ഈവൻ ചെയ്താൽ ഈവനാണ്. അപ്പോൾ അഗെയിൻ ഓഡ് ഇൻറ്റു ഈവൻ ചെയ്യുന്നതിന് തുല്യമാവും അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഈവൻ തന്നെ കിട്ടും. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ക്യൂ പ്ലസ് ആർ ഓൾ സ്ക്വയർ ഇൻറ്റു പി പ്ലസ് എസ്. ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ സിമ്പിളാണ്. ക്യൂ പ്ലസ് ആർ ഓൾ സ്ക്വയർ ഇൻറ്റു പി പ്ലസ് എസ് ഈസ് ഓഡ്. ക്യൂ എന്താണ്? ഓഡ്. ഓഡ് പ്ലസ് ആർ ഈവൻ. ഓഡ് പ്ലസ് ഈവൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഓഡായിരിക്കും. ഓഡിൻ്റെ സ്ക്വയർ ചെയ്താൽ ആൻസർ ഓഡ്. ഓക്കെ, ഇൻറ്റു പി പ്ലസ് എസ്. പി ഓഡാണ്, എസ് ഈവൻ ആണ്. ഓഡ് പ്ലസ് ഈവൻ ചെയ്താൽ എഗെയിൻ ഓഡ്. ഓഡിൻ്റെ ഓഡ് ചെയ്ത ആൻസർ എന്തായിരിക്കും? ഓഡ് തന്നെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റൈറ്റ്. സോ എല്ലാം കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഓരോ വാല്യൂസ് വെച്ച് തന്നെ നോക്കിയിട്ട് ചെയ്യാം. ഓഡ് ഈവൻ അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് വെൻ ദ ക്ലോക്ക് ഷോസ് 4:25 hours? നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണിത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന മെത്തേഡ് പോലും ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ 4:25 hours ആകുമ്പം ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. 4:25 ആകുമ്പോൾ ആക്ച്വലി വരേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് 4-ലും മിനിറ്റ് ഹാൻഡ് 5-ലാണ്. ഓരോ ഡിവിഷനും തമ്മിൽ 30 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ടോട്ടൽ 360 ആണെങ്കിൽ 12 ഡിവിഷൻ ഉണ്ട്. സോ ഓരോ ഡിവിഷനും തമ്മിൽ 30 ഡിഗ്രിയാണ്. സോ ഈ അവർ ഹാൻഡ് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആവണമായിരുന്നു. പക്ഷെ അവർ ഹാൻഡ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമോ? ഇല്ല, അവർ ഹാൻഡ് മൂവ് ചെയ്യുന്നുണ്ട്. സോ 4:25 അവർ ഹാൻഡ് എക്സാക്ട്ലി 4-ലായിരിക്കില്ല. അവർ ഹാൻഡ് എക്സാക്ട്ലി 4-ലായിരിക്കില്ല. അവർ ഹാൻഡ് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ ആയിരിക്കും എക്സാക്ട്ലി അവർ ഹാൻഡ് ഉണ്ടാവുക. സോ ഇത്രയും ഡിഗ്രി എന്ത് ചെയ്യണം? ഈ 30 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യണം. സിമ്പിൾ ഒരു ലോജിക്കൽ മെത്തേഡാണിത്.
അപ്പോൾ ആക്ച്വലി 30 ഡിഗ്രി ഉണ്ടാവില്ല. മൈനസ് എത്ര ഡിഗ്രി 25 മിനിറ്റിൽ അവർ ഹാൻഡ് മൂവ് ചെയ്തെന്ന് നോക്കണം. അവർ ഹാൻഡ് ഓരോ മിനിറ്റിലും ഹാഫ് ഡിഗ്രിയാണ് മൂവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 25 മിനിറ്റിൽ അവർ ഹാൻഡ് 12.5 ഡിഗ്രി അല്ലേ മൂവ് ചെയ്യുക. സോ ആക്ച്വലി 30 ഡിഗ്രി ഉണ്ടാവില്ല. 30 മൈനസ് 12.5 വിച്ച് ഈസ് ഈക്വൽ ടു 17.5 ഡിഗ്രി. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് തീറ്റയുടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, വിച്ച് ഈസ് തീറ്റ ഈക്വൽ ടു ആംഗിൾ എന്ന് പറഞ്ഞാൽ 30h മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. എച്ച് എന്ന് പറഞ്ഞാൽ അവറാണ്. 30 ഇൻറ്റു 425 4 മൈനസ് 11/2 ഇൻറ്റു 425 അല്ലേ, അപ്പോൾ 25. എമ്മിൻ്റെ വാല്യൂ 25 വിച്ച് ഈസ് ഈക്വൽ എന്തൊരു 120 മൈനസ് 265/2. 265/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 265/2 25 ഇൻറ്റു 11 എത്ര വരും? 137. 275/2 സോറി 265 അല്ല 275/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 17.5 ഡിഗ്രി. ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർ ഹാൻഡ് ബാക്കിലാണ്, മിനിറ്റ് ഹാൻഡ് മുന്നിലാണ്. അതുകൊണ്ടാണ് മൈനസ് വാല്യൂ വന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 17.5 ഡിഗ്രി. ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തു തന്ന പോലെ ലോജിക്കലായിട്ട് ചെയ്യാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലോജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെന്ന് യൂസ് ചെയ്യാതെയും ചെയ്യാം. ഇങ്ങനെ ഇക്വേഷൻ ഒന്നും കൊടുക്കേണ്ട, ഇക്വേഷൻ യൂസ് ചെയ്യാതെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ നമ്പർ ഓഫ് ഫൈവ്സ് യൂസ്ഡ് ഇൻ നമ്പറിങ് എ 260 പേജ് ബുക്ക്? സിമ്പിളാണ്, നിങ്ങൾക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. 260 പേജ് ബുക്ക് നമ്മൾ ഇത് നമ്പർ ചെയ്യുന്ന സമയത്ത് എത്ര 5 യൂസ് ചെയ്യണം? നമുക്കറിയാം 1 to 100, 100ൽ ഒരു 5, 15 അല്ലേ, 25 ഞാൻ പറയുന്നില്ല, 35 എക്സെട്ര അപ് ടു 95. ടോട്ടൽ എത്ര 5 വരുന്നുണ്ട്? 10 5 അങ്ങനെ വരുന്നുണ്ട്. ഇനി അതുകൂടാതെ 50ൽ ഒരു 5 ഉണ്ട്, 51, 52 എക്സെട്ര അപ് ടു 59. ഇവിടെ എത്ര 5 വരുന്നുണ്ട്? 10 5 വരുന്നുണ്ട്. 55ൽ 2 5 ഉണ്ടെങ്കിൽ നമ്മൾ 5, 15, 25, 35, 45, 55, 65. ആ 55 ഓൾറെഡി ഒരു 5 കൗണ്ട് ചെയ്ത യൂണിറ്റ് പ്ലേസിലുള്ള 5 എല്ലാം നമ്മൾ കൗണ്ട് ചെയ്തു. ഇവിടെ യൂണിറ്റ് പ്ലേസ് ആണ് നോക്കുന്നത്. അപ്പോൾ യൂണിറ്റ് പ്ലേസ് നോക്കിയപ്പോൾ നമുക്ക് 10 5 ഉണ്ട് 1 to 100 ഇടയിൽ. ഇനി 10th പ്ലേസിൽ 5 വരുന്നതും എഗെയിൻ 50 to 59 വരെയാണ്, അതും എഗെയിൻ 10 ആണ്. അപ്പോൾ ടോട്ടൽ 20 ആണല്ലോ. 1 to 100ൽ 20. ഇനി ഇത് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ 100 to 200ൻ്റെ കേസിലും. സോ 1 to 100 ഞാനിവിടെ മാറ്റി എഴുതാം. 1 to 100. 1 to 100ൽ നമുക്ക് എന്തുണ്ട്? 25 ഉണ്ട്. 1 to 100ൽ 25. ഇനി 100 to 199 200 എടുക്കുകയാണെങ്കിൽ 1 to 99 എടുത്താൽ മതി. 100ൻ്റെയും 200ൻ്റെയും ഇടയിൽ അഗെയിൻ 20. ഇനി 201 to 260 വരെ എത്ര ഉണ്ടാവും? യൂണിറ്റ് പ്ലേസിൽ 205, 15 അല്ലേ, അവിടെ ഒരു 5 വരും, 15ലൊരു 5 വരും, 25ൽ വരും, 35ൽ വരും, 45ൽ വരും, 55ൽ വരും. സോ 1 2 3 4 5 6 അല്ലേ, 205, 215, 225, 235, 245, 255. സോ അവിടെ ഒരു 6 വന്നു. പ്ലസ് 250 to 259 വരെ ഒരു 10th പ്ലേസിൽ 10 5 വരും. 250, 251, 252, 253, 254 അങ്ങനെ 259 വരെ 10 5. അപ്പോൾ ടോട്ടൽ എത്രയായി? 20 20 40, 40 10 50, 50 6 56. 20 plus 20 40, 40 plus 10 50, 50 plus 6 56. ആൻസർ ഈസ് ഓപ്ഷൻ ബി 56. ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ ആണല്ലോ. Next question, 3 numbers x, y, z are selected from the set of the first 7 natural numbers such that x is greater than 2y greater than 3z. How many such distinct triplets x, y, z are possible? 1 triplet, 2 triplets, 3 triplets and 4 triplets.
അപ്പം നമ്മളടുത്ത് പറഞ്ഞു 3 നമ്പേഴ്സ് ആണ്. അത് ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്. അത് 1 2 3 4 5 6 7 ഇത്രയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഹൗ മെനി സച്ച് ഡിസ്റ്റിങ് ട്രിപ്ലെറ്റ്സ് അല്ലേ? എക്സ് എന്താ കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ 2y ഗ്രേറ്റർ ദാൻ 3z. അപ്പോൾ ഞാൻ എക്സിന് ഏറ്റവും വലിയ വാല്യൂ 7 കൊടുത്തു. നമുക്ക് ട്രയൽ ആൻഡ് എറർ നോക്കാം. അതായത് 2. ഇനി വൈന് ഏത് വാല്യൂ കൊടുക്കാം നമുക്ക്? സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 2y ഗ്രേറ്റർ ദാൻ 3z. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ വൈക്ക് ഞാൻ 4 കൊടുത്താൽ എന്ത് സംഭവിക്കും? 2 × 4 8 ആവും. അത് 7-നെക്കാളും ഗ്രേറ്റർ ആണോ? അല്ല. 7-നെക്കാളും ഗ്രേറ്റർ ആണ്. 7 അതിനേക്കാളും ഗ്രേറ്റർ അല്ല. അല്ലേ? നേരെ തിരിച്ചല്ല. എക്സ് ഗ്രേറ്റർ ദാൻ 2y ആവണം. ഇതിൻ്റെ വാല്യൂ ഈ 7-നെക്കാളും ചെറുതാവണം. അപ്പോൾ 4 കൊടുക്കാൻ പറ്റില്ല. 3 കൊടുക്കാൻ പറ്റുമോ? 2 × 3 6. 2 × 3 കൊടുത്താൽ 6 ആണ്. അപ്പം വൈക്ക് 3 വാല്യൂ 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. അങ്ങനെയാകുമ്പം 3z വാല്യൂ ഈ 3ൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഇത് കൊടുക്കുക. 2 കൊടുക്കാൻ പറ്റുമോ? ഇസെറ്റിൻ്റെ വാല്യൂ 2 കൊടുത്താൽ 3 × 2 6 ആണ്. പറ്റില്ല. 1 കൊടുക്കാൻ പറ്റുമോ? 1 കൊടുക്കുക. 3 × 1 അല്ലേ? 2 × 3 അല്ലേ? അപ്പോൾ 1 കൊടുക്കാം. അപ്പം 7 3 1. ഇതൊരു പോസിബിൾ ട്രിപ്ലെറ്റ് ആണല്ലോ. എക്സിന് 7 കൊടുക്കാം, വൈക്ക് 3 കൊടുക്കാം, ഇസെറ്റിന് 1 കൊടുക്കാം. 7 3 1. ഇനി അഗെയിൻ ഞാൻ എക്സിന് 7 കൊടുത്തു, വൈക്ക് 2 കൊടുത്തൂടെ? വൈക്ക് 2 കൊടുത്താൽ 2 × 2 4. അപ്പോൾ 7 ഈസ് ഗ്രേറ്റർ ദാൻ 4 കറക്റ്റാണ്. ഇനി ഇസെറ്റിന് 1 കൊടുത്താൽ 3 × 1 3. അപ്പോൾ 4 ഗ്രേറ്റർ 2y എന്ന് പറഞ്ഞ വാല്യൂ 4 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ അത് സാറ്റിസ്ഫൈ. 7 2 1 ഈസ് ഓൾസോ പോസിബിൾ സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2y ഗ്രേറ്റർ ദാൻ 3z. ഇനി 6 കൊടുത്തു എക്സിൻ്റെ വാല്യൂ. അപ്പം 3 കൊടുക്കാൻ പറ്റില്ല, കാരണം 2 × 3 2y ചെയ്യുമ്പോൾ 6 ആവും. അപ്പം 6 ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ 2 കൊടുക്കുക. 2 × 2 4. അങ്ങനെയാണെങ്കിൽ ഇസെറ്റിൻ്റെ വാല്യൂ 2 കൊടുക്കാൻ പാടില്ല, 1 കൊടുക്കാം, കാരണം 3 × 2 6 ആയിപ്പോൾ. 3 × 1 ആണെങ്കിൽ 3 1. അപ്പം 6 2 1 വിച്ച് ഈസ് ഓൾസോ പോസിബിൾ. ക്ലിയർ ആണോ? ഇനി 5 കൊടുത്ത് നോക്കാം. 5 കൊടുക്കുകയാണെങ്കിൽ വൈൻ്റെ വാല്യൂ 2 കൊടുത്താൽ 2 × 2 4 അല്ലേ? അപ്പോൾ 5 ഈസ് ഗ്രേറ്റർ ദാൻ 4 തന്നെയാണ്. ഇനി ഇസെറ്റിൻ്റെ വാല്യൂ 1 കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആവും. അപ്പോൾ ഇത്രയും ട്രിപ്ലെറ്റേ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് പോകുന്നൊന്നും പറ്റില്ല. 4 ആണെങ്കിൽ 2ൻ്റെ വാല്യൂ നമുക്ക് 2 കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഇനി അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ടോട്ടൽ 1 2 3 4 ട്രിപ്ലെറ്റ്സ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി, വാല്യൂസ് കൊടുത്തിട്ട് എക്സിനും വൈക്കും ഇസെറ്റിനും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 ഓറഞ്ചസ് 6 mangoes and 8 apples equal to twice the total cost of 1 orange 2 mangoes and 5 apples. Consider the following statement. നമുക്ക് എഴുതാം. ഓറഞ്ചസിനെ ഞാൻ O വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 4O 40 ആണെന്ന് വിചാരിക്കരുത്. 4 എന്ന് കൊടുക്കാം അല്ലേ? 4 ഓറഞ്ചസ് 6 mangoes പ്ലസ് 8 ആപ്പിൾസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? 1 ഓറഞ്ചസ്, ഓറഞ്ചിൻ്റെ പ്രൈസ് പ്ലസ് 2 mangoes പ്ലസ് 5 ആപ്പിൾസ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. സെയിം വേരിയബിൾസ് ഒക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? ഇവിടെ 4 ഓറഞ്ച് ഉണ്ട്, ഇവിടെ 1 ഓറഞ്ച് ഉണ്ട്. ഈ 1 ഓറഞ്ചിനെ അങ്ങോട്ട് എടുക്കുമ്പം LHSലേക്ക് എടുക്കുമ്പം 3 ഓറഞ്ചസ് 6 mango 2 mango പോയാൽ 4 mango അല്ലേ? 3 ഓറഞ്ചസ് പ്ലസ്, ഓക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കേസിൽ ട്വൈസ് ആണ് അല്ലേ? നമുക്ക് മാറ്റി എഴുതാം. ഇവിടെ എഴുതാം. ഓക്കെ, 4 ഓറഞ്ചസ് പ്ലസ് 6 mangoes പ്ലസ് 8 ആപ്പിൾ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്, ഞാൻ എഴുതി കാണിച്ചു തരാം. 1 ഓറഞ്ചസ് പ്ലസ് 2 mangoes പ്ലസ് 5 ആപ്പിൾസ്. പക്ഷേ ഈക്വൽ അല്ല, ട്വൈസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ എഴുതാൻ വിട്ടുപോയി. ട്വൈസ് ദ ടോട്ടൽ. അപ്പം ഇത് ഇൻറ്റു 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 4 ഓറഞ്ചസ്
plus 6 mango plus 8 apple equal to 2 oranges. Bracket open ചെയ്യല്ലേ 4 mangoes plus 10 apple എന്ന് കിട്ടും. ഇനി ഒരേ വേരിയബിൾസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യും. സോ 4 ഓറഞ്ചസ് മൈനസ് ഈ 2 ഓറഞ്ചസ് ഇങ്ങോട്ട് വരുമ്പോൾ -2 ഓറഞ്ച് ആവും. 2 ഓറഞ്ചസ് 6 മാംഗോ ഉണ്ട്, ഇവിടെ 4 മാംഗോ ഉണ്ട്. ആ 4 മാംഗോ ഇങ്ങോട്ട് വരുമ്പോൾ 2 മാംഗോ. 2 ഓറഞ്ചസ് പ്ലസ് 2 മാംഗോ ഈക്വൽ ടു 10 ആപ്പിൾ ഉണ്ട്, ഇവിടെ 8 ആപ്പിൾ. ഈ 8 ആപ്പിൾ അങ്ങോട്ട് പോകുമ്പോൾ 2 ആപ്പിൾ. 2 കോമൺ ആണല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓറഞ്ച് പ്ലസ് മാംഗോൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ പ്രൈസിന് ഈക്വൽ ആണ്. ഓറഞ്ച് പ്ലസ് മാംഗോൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ പ്രൈസിന് ഈക്വൽ ആണ്. അത് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. കാരണം ഓറഞ്ചിന് 1 റുപ്പി കൊടുക്കാം, മാംഗോന് 1 റുപ്പി കൊടുക്കാം. അപ്പം ആപ്പിളിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 2 റുപ്പീസ് ആയിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും 1 കൊടുക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ പ്രൈസ് 2 ആയിരിക്കും. നമ്മളെ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ 1 കൊടുത്തു സിമ്പിളായിട്ട്. അപ്പോൾ 3 ഓറഞ്ചസിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ കോസ്റ്റ് ഓഫ് 3 ഓറഞ്ചസ് 5 മാംഗോസ് ആൻഡ് 9 ആപ്പിൾ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 ഓറഞ്ചസ് 6 മാംഗോസ് ആൻഡ് 8 ആപ്പിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 3 ഓറഞ്ചസിന് 3 റുപ്പീസ് 3 × 1 അല്ലേ. 5 മാംഗോസിന് 5 × 1 5 റുപ്പീസ്. 9 ആപ്പിളിന് 18 റുപ്പീസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 3 + 5 + ഒരു ആപ്പിളിന് 2 റുപ്പീസ് ആണല്ലോ. അപ്പം 9 ആപ്പിളിന് 18, 9 × 2 18 + 5 അല്ല 18 + 5 23 + 3 which is equal to 26 എന്ന് കിട്ടി. 3 ഓറഞ്ചസ് 3 രൂപ, 5 മാംഗോസ് 8 9 ആപ്പിളിന് 18 26 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം ഈക്വൽ ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 ഓറഞ്ചസ്. 4 ഓറഞ്ചസിന് 4 റുപ്പീസ്, 6 മാംഗോന് 6 റുപ്പീസ് 10, 8 ആപ്പിളിന് എത്രയാണ്? 8 × 2 16 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 26. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ക്ലിയർ ആണോ? നമ്മൾ 1 രൂപ മാംഗോന് കൊടുത്തു, ഓറഞ്ചിന് 1 റുപ്പീസ് കൊടുത്തു, ആപ്പിളിന് 2 റുപ്പീസ് കൊടുത്തു. അത് നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച് ആൻഡ് 1 മാംഗോ ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് 1 ആപ്പിൾ. അത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണല്ലോ. ഓറഞ്ച് പ്ലസ് മാംഗോ ഈക്വൽ ടു ആപ്പിൾ എന്ന് കിട്ടിയതല്ലേ. ഇതാ ഇവിടെ കിട്ടിയിരിക്കുന്നു ഓൾറെഡി. അതെന്താണ്? അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾറെഡി നമുക്ക് കിട്ടിയ കേസാണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച് ആൻഡ് 1 മാംഗോ ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് 1 ആപ്പിൾ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ബോത്ത് 1 ആൻഡ് 2 ക്ലിയർ ആണല്ലോ. സിമ്പിളായിട്ട് ബോത്ത് 1 ആൻഡ് 2 എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എപ്പോഴും എന്തായിരിക്കണം? ഇത്തരം കോൺസെപ്ച്വൽ മെത്തേഡ് ആയിരിക്കണം. കൺവെൻഷണൽ മെത്തേഡിന് പുറകെ പോകാതെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന ലോജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്പീഡ് കിട്ടും. ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് കറക്റ്റ് ടൈമിന് സോൾവ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. സോ സ്പീഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം, ലോജിക്കലായിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കണം. ഓക്കെ, സോ താങ്ക് യു. തക്ഷശില IAS Academy. Aspire, enroll, achieve.